ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യ എന്ന കരുത്തിന്റെ വാക്കുകൾക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യക്കെതിരെ ടാരിഫ് രാജാവെന്ന് വിളിച്ച ഭീഷണി മുഴക്കിയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ സൗഹൃദത്തിന്റെ പുതിയ പാലങ്ങൾ പണിയുകയാണ്. അമേരിക്കയുടെ നിയുക്ത അംബാസഡർ സെർജിയോ ഗോർ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. ഇന്ത്യയെ പിണക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും US ഇന്ത്യയെ പരിഗണിക്കും എന്നാണ് ഗോർ പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ സൗഹൃദം കേവലം ഒരു പബ്ലിസിറ്റി അല്ലെന്നും അത് ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം അടിവരയിടുന്നു. ഈ വർഷം ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇന്ത്യയിൽ എത്തുകയാണ്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? അമേരിക്ക എന്തിനാണ് ഇന്ത്യയെ ഇത്രയധികം ഭയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും? നമുക്ക് വിശദമായി പരിശോധിക്കാം. സെർജിയോ ഗോർ വെറും ഒരു നയതന്ത്രജ്ഞനല്ല, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. ട്രംപ് എന്ത് ചിന്തിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി. ഡൽഹിയിലെ US എംബസിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയും. റഷ്യൻ എണ്ണയുടെ കാര്യത്തിലായാലും വ്യാപാര നികുതിയുടെ കാര്യത്തിലായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് കണ്ടതോടെ അമേരിക്ക തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായ ഇന്ത്യയുമായുള്ള ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഗോർ പറയുമ്പോൾ അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ഈ കൂടിക്കാഴ്ചയിൽ പുറത്തുവന്ന ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നോ? പാക് സിലിക്ക അലയൻസ് കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, പക്ഷേ ഇത് ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. സിലിക്കൺ അഥവാ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വിതരണത്തിൽ ലോകം ഇന്ന് ചൈനയാണ് ആശ്രയിക്കുന്നത്. ഈ ചൈനീസ് ആധിപത്യം തകർക്കാൻ അമേരിക്ക രൂപീകരിച്ചിട്ടുള്ള അതിശക്തമായ സഖ്യമാണിത്. അടുത്ത മാസം ഇന്ത്യ ഈ സഖ്യത്തിൽ പൂർണ്ണ അംഗമായി ചേരുമെന്ന് ഗോർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിലൂടെ വരാനിരിക്കുന്ന സാങ്കേതിക വിപ്ലവത്തിൽ ഇന്ത്യയെ ഒരു പങ്കാളിയായല്ല, മറിച്ച് ഒരു ലീഡറായാണ് അമേരിക്ക കാണുന്നത്. IT മേഖലയിലും ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിലും ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന കുതിച്ചുചാട്ടം ഈ സഖ്യത്തിലൂടെ ഇരട്ടിയാകും. ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്ക നൽകുന്ന വലിയൊരു അംഗീകാരമാണിത്. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ സന്ദർശനങ്ങളിലൊന്ന് ഇന്ത്യയിലായിരിക്കും. ഈ വർഷം അദ്ദേഹം ഇന്ത്യയിൽ എത്തുമെന്ന് സെർജിയോ ഗോർ സൂചിപ്പിച്ചു കഴിഞ്ഞു. മോദിയുമായുള്ള തന്റെ അവസാന അത്താഴവേളയിൽ പോലും ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചും ട്രംപ് വാചാലനായി എന്നാണ് ഗോർ പറയുന്നത്. വ്യാപാരം, സുരക്ഷ, ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യയെ ഒന്നാമനായി കാണാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. ഏഷ്യയിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ ഇന്ത്യയെക്കാൾ വിശ്വസിക്കാവുന്ന മറ്റൊരു പങ്കാളി അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം വെറുമൊരു ചടങ്ങായിരിക്കില്ല, മറിച്ച് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ വ്യാപാര കരാറുകൾക്കുള്ള വേദിയാകും. സുഹൃത്തുക്കളെ, ഒരു കാലത്ത് വികസന രാജ്യമെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ട ഇന്ത്യ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. വൻ ശക്തിയായ അമേരിക്ക പോലും ഇന്ത്യയുടെ സൗഹൃദത്തിനായി കാത്തു നിൽക്കുകയാണ്. സെർജിയോ ഗോറിന്റെ വാക്കുകൾ നമ്മോട് പറയുന്നത് ഒന്ന് മാത്രം: ഇന്ത്യയുടെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. ഈ വാർത്തയുടെ ആഴം അറിയണമെങ്കിൽ നമ്മൾ അല്പം പിന്നോട്ട് പോകണം. കഴിഞ്ഞ വർഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ ട്രംപ് കടുത്ത ഭാഷയിൽ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി പ്രഖ്യാപിച്ചു. വ്യാപാര കരാറുകൾ വൈകുന്നതിന് കാരണം മോദിയാണെന്ന് പോലും ട്രംപിന്റെ മന്ത്രിമാർ ആരോപിച്ചു. പക്ഷേ ഇന്ത്യ കുലുങ്ങിയില്ല. സ്വന്തം താല്പര്യങ്ങളിൽ ഉറച്ചു നിന്ന ഭാരതത്തിന് മുന്നിൽ സമർത്ഥ തന്ത്രങ്ങൾ വിലപ്പോവില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സെർജിയോ ഗോർ അംബാസഡറായി എത്തുന്നത്. യഥാർത്ഥ സുഹൃത്തുക്കൾക്കിടയിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ അവ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്രത്തിനുള്ള അംഗീകാരം തന്നെയാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ തുടങ്ങിയ വൻ ശക്തികൾ അംഗങ്ങളായ ഈ ഗ്രൂപ്പിലേക്ക് അടുത്ത മാസം ഇന്ത്യയെ പൂർണ്ണ അംഗമായി ക്ഷണിക്കുകയാണ്. ഇതിലൂടെ വരും കാലത്തെ സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിയന്ത്രിക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുകയാണ്. ചൈനയെ തളയ്ക്കണമെങ്കിൽ ഇന്ത്യ കൂടെ വേണമെന്ന് ട്രംപിന് നന്നായി അറിയാം.
അതുകൊണ്ട് തന്നെയാണ് വ്യാപാരത്തിൽ തർക്കമുണ്ടെങ്കിലും സാങ്കേതിക മേഖലയിൽ ഇന്ത്യയെ അവർ ചേർത്ത് പിടിക്കുന്നത്. ഇറാൻ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ലോകം കരുതി. എന്നാൽ ഇന്ത്യ കുലുങ്ങിയില്ല. സ്വന്തം ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മോദി സർക്കാർ വ്യക്തമാക്കിയതോടെ അമേരിക്കയ്ക്ക് ചുവട് മാറ്റേണ്ടി വന്നു. തർക്കങ്ങൾ ഉണ്ടെങ്കിലും അവ പരിഹരിക്കാൻ മോദിയും ട്രംപും തമ്മിലുള്ള യഥാർത്ഥ സൗഹൃദ ബന്ധത്തിന് കഴിയുമെന്ന് സെർജിയോ ഗോർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. വ്യാപാരം മാത്രമല്ല, സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പോരാട്ടം, ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയെ മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. 2030 ഇന്ത്യ US വ്യാപാരം $500 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇത് സാധ്യമായാൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പുതിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തും. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന കാര്യങ്ങൾ കണ്ടാൽ ആർക്കും അതിശയം തോന്നും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇന്ത്യയെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കടുപ്പമേറിയതായിരുന്നു. സ്വന്തം ഊർജ ആവശ്യങ്ങൾക്കായി ആരോട് വ്യാപാരം നടത്തണമെന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്നും ഡൽഹി തുറന്നു പറഞ്ഞിരുന്നു. ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ പറ്റില്ലെന്ന് കണ്ടതോടെയാണ് ട്രംപ് തന്റെ വിശ്വസ്തനായ സെർജിയോ ഗോറിനെ ഇങ്ങോട്ട് അയക്കുന്നത്. യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടാകാം, പക്ഷേ അവസാനം അത് പരിഹരിക്കപ്പെടും എന്ന ഗോറിന്റെ വാക്കുകൾ കേവലം നയതന്ത്രമല്ല, മറിച്ച് ട്രംപ് ഇന്ത്യയോട് മയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. മറ്റൊരു രസകരമായ കാര്യം, ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്നും അമേരിക്ക പിന്മാറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ്. ക്ലീൻ എനർജി മേഖലയിൽ ഇന്ത്യ ലോകത്തിന് നേതൃത്വം നൽകുന്നത് ട്രംപിന് അത്ര ദഹിച്ചിട്ടില്ല. പക്ഷേ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആണവ ഊർജ മേഖലയിൽ ഇന്ത്യയുമായി വലിയ സഹകരണത്തിന് തയ്യാറാണെന്ന്. ചുരുക്കത്തിൽ, സമർത്ഥ തന്ത്രങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കുകയാണ്. ഇന്ത്യയെക്കാൾ അത്യാവശ്യമായ ഒരു പങ്കാളി വേറെയില്ല എന്ന അംബാസഡറുടെ വാക്കുകൾ ഇന്ത്യയുടെ വളരുന്ന ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ്. ഭീഷണി മുഴക്കിയവർ തന്നെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചു വരുന്നത് ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക H-1B വിസ നിയന്ത്രണങ്ങളായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നാൽ വിസ വിതരണം വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണി നിലനിന്നിരുന്നു. എന്നാൽ സെർജിയോ ഗോർ പറഞ്ഞത് ഇന്ത്യയുമായുള്ള വിദ്യാഭ്യാസ സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തുമെന്നാണ്. ഇന്ത്യൻ IT മേഖലയ്ക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നികുതിയുടെ പേരിൽ വഴക്കിടുമ്പോഴും അമേരിക്കയുടെ ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ പ്രതിഭകൾ വേണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഒരു ഇരട്ടത്താപ്പ് അമേരിക്കയുടെ നയതന്ത്ര പ്രഹസനങ്ങളുടെ ഭാഗമാണ്. അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറിന്റെ വാക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: സമർത്ഥ തന്ത്രങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല. ഇന്ത്യയെ കൂടെ നിർത്തിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് ആഗോളാധിപത്യം നിലനിർത്താൻ കഴിയൂ. ഭീഷണി മുഴക്കിയവർ തന്നെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചു വരുന്നത് ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തിന്റെ തെളിവാണ്. ഭാരതത്തിന്റെ ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ട്രംപിന്റെ സന്ദർശനം ഇന്ത്യയുടെ ഭാവി മാറ്റുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.